കനത്ത മഴയാണ് കാക്കനാട് മേഖലയിൽ നിലനിൽക്കുന്നത്. അതിന്റെ ഭാഗമായി റോഡുകളിലൊക്കെ തന്നെ വലിയ വെള്ളക്കെട്ടാണ്. ഈ കാണുന്നത് അമ്പാടിമൂല എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു റോഡാണ്. ഇത് റോഡാണോ തോടാണോ എന്നറിയാൻ കഴിയാത്ത നിലയിൽ വലിയ വെള്ളക്കെട്ടാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഒട്ടനവധി പേർ ഇവിടെ താമസിക്കുന്നുണ്ട്. കാരണം ഹോസ്റ്റലും മറ്റ് സംവിധാനങ്ങളും ഒക്കെ ഉണ്ട്. കാരണം അവർക്കൊക്കെ തന്നെ വലിയ പ്രതിസന്ധി നേരിടുന്ന സ്ഥിതിയാണ് ഉള്ളത്. വലിയ ബുദ്ധിമുട്ടാണല്ലോ പലർക്കും. ഹോസ്റ്റലിൽ വലിയ ബുദ്ധിമുട്ടാണ്. വെള്ളം പാമ്പും ഇതൊക്കെ ഉണ്ട്, വെള്ളം കയറിയിട്ടുണ്ട്. ഇവിടെ ഞങ്ങൾ ഹോസ്റ്റൽ ഓണേഴ്സ് വെൽഫെയർ അസോസിയേഷൻ എന്ന് പറഞ്ഞ സംഘടനയിൽ നിന്ന് വരികയാണ്. ഞങ്ങളെ സംഘടനയിലേക്ക് വിളിച്ചപ്പോൾ ഞങ്ങൾ വന്നതാണ്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഫ്ലോറിൽ മൊത്തം വെള്ളം നിറഞ്ഞിരിക്കുകയാണ്. അതിനകത്ത് ഞങ്ങൾക്ക് പറ്റുന്ന സാധനങ്ങളൊക്കെ ഞങ്ങൾ മുകളിൽ കയറ്റി അവർക്ക് ഭക്ഷണ സാധനത്തിനും കുടിവെള്ളത്തിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അതേപോലെ പാമ്പ് അതുപോലെ സാധനങ്ങളൊക്കെ ഉണ്ടായി. ഞങ്ങൾക്ക് ഒരു പാമ്പിനെ ഞങ്ങൾ പിടിക്കാനും ഞങ്ങൾക്ക് പറ്റിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള സഹായങ്ങൾ ഇവിടേക്ക് എത്തണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾക്ക് പറയാൻ പറ്റുന്നത്. കാരണം ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതിനൊരു പരിമിതിയുണ്ട്. ഇതാണ് നിലവിൽ ഇവിടുത്തെ ഒരു അവസ്ഥ. ഒട്ടനവധി പേർ ഈ ലൈനിൽ താമസിക്കുന്നുണ്ട്. അവിടെ ഹോസ്റ്റലിലൊക്കെ തന്നെയാണെങ്കിൽ ആദ്യത്തെ നിലയിലടക്കം വെള്ളം കയറിയ സ്ഥിതിയാണുള്ളത്. ബാക്കി അവർ മുകളിൽ നിൽക്കുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാം. കാരണം അങ്ങനെ പലരും ബുദ്ധിമുട്ടുന്ന ഒരു സ്ഥിതിവിശേഷം ഈ മേഖലയിൽ തന്നെ നിലനിൽക്കുന്നുണ്ട്. അത്രത്തോളം വെള്ളക്കെട്ടാണ് ഈ പല പ്രദേശങ്ങളിലും ഉണ്ടായിരിക്കുന്നത്. വലിയ ഒഴുക്കും, ഈ വെള്ളത്തിൽ വലിയ ഒഴുക്കും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത്രത്തോളം ബുദ്ധിമുട്ട് ഈ ഒറ്റ മഴ, അതും ശക്തമായ മഴ പെയ്തപ്പോൾ തന്നെ ഉണ്ടായിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി എടുത്ത് പറയേണ്ടത്. അത്തരത്തിൽ ഒരു ബുദ്ധിമുട്ടാണ് പലരും നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഈ പലയിടങ്ങളിലും ഹോസ്റ്റലുകളിലാണെങ്കിലും ഒക്കെ ഈ കാക്കനാട് ഒരു പലയിടങ്ങളിലും സ്ഥാപനങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവരുണ്ട്. അവരൊക്കെ തന്നെ ആ നിലയിലുള്ള ബുദ്ധിമുട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ വെള്ളം ഇനി മഴ തോർന്നാൽ മാത്രമേ വെള്ളം ഇറങ്ങിപ്പോവുകയുള്ളൂ. അത്തരത്തിൽ വീണ്ടും ശക്തമായിട്ടുള്ള മഴ ആരംഭിച്ചു കഴിയുകയാണെങ്കിൽ വീണ്ടും വെള്ളക്കെട്ട് രൂക്ഷമാവുകയും ചെയ്യും. ഈ ഒരു ബുദ്ധിമുട്ടാണ് ഈ മേഖലകളിലാകെ നിലനിൽക്കുന്നത്. കാരണം ആ റോഡിലേക്കൊക്കെ പോകാൻ കഴിയാത്ത വിധം വലിയ ബുദ്ധിമുട്ട്, വലിയ ദുരിതം മഴക്കെടുതി മൂലം ഉണ്ടായിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി എടുത്തു പറയേണ്ടത്. ക്യാമറമാൻ നിഖിൽ ജോസഫിനൊപ്പം എസ് ഷാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.